ഹലോ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളായില്ലേ വീഡിയോ ഒക്കെ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് നല്ലൊരു മഴയായിരുന്നു. അപ്പോൾ മഴയൊന്ന് തോർന്നു കഴിഞ്ഞ സമയത്ത് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇപ്പോൾ കുറേ നാളായില്ലേ കൃഷിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചിട്ട്. അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ദേ ഉണ്ടോ ഇവിടെ കുറച്ച് കൃഷികളൊക്കെ ഒന്നുണ്ട്. നമ്മുടെ വയലറ്റ് പയർ ദേ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കായകളൊക്കെ ആയി വന്നിട്ടുണ്ട്. ആദ്യം ഒരു കുഞ്ഞ് പച്ച കളറിൽ വന്നിട്ട് പിന്നെ ദേ ഇതുപോലെ നല്ല വയലറ്റ് കളറിലോട്ടായി വരുവേ. ഞാനിത് പാകി മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇപ്രാവശ്യം ഒരു പയറേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ പാകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് വലിയതായിട്ടുള്ള വിത്തുകളും ഇല്ലായിരുന്നു. ഇതിപ്പോൾ ഒരു 3 എണ്ണമാണ് കേട്ടോ ഈ ഒരു ഗ്രോ ബാഗിൽ നിൽക്കുന്നത്. കുറേ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ ഇത് കണ്ടോ, ഇതെന്തിൻ്റെ പൂവെന്ന് മനസ്സിലായോ? ഇത് വെണ്ടയ്ക്കയുടെ പൂവാണേ. നല്ല ഭംഗിയുണ്ട്, നല്ലൊരു ഇളം മഞ്ഞ കളറാണ്. അപ്പോൾ നമുക്ക് ഇടയ്ക്കാണെങ്കിൽ ദിവസവും വീട്ടിലോട്ട് സാമ്പാറിനകത്തൊക്കെ ഇടാനാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ 1-2 വെണ്ടയ്ക്കയൊക്കെ കിട്ടും. പിന്നെ നമുക്ക് ചീര, ഈ ചീരയാണെങ്കിൽ ശരിക്കും ഇതിൻ്റെ വിത്തൊക്കെ ഉണക്കി എടുത്ത് സൂക്ഷിച്ച് വെക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. അപ്പോഴാണ് ഈ മഴ അങ്ങോട്ട് തുടങ്ങിയത്. അപ്പോഴേക്കും ഇതെല്ലാം ഏകദേശം ഒരു കുതിർന്നിരിപ്പുണ്ട്. ഈ ഇടയ്ക്ക് വെയിലായിരുന്നല്ലോ, അങ്ങനെ ഒരു സമയത്ത് എടുക്കാമെന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ വീണ്ടും അങ്ങോട്ട് മഴ തുടങ്ങി. രാത്രിയിലൊക്കെ ഭയങ്കര മഴയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കുതിർന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ വെയിൽ വരുമ്പം ഇതെല്ലാം ഒന്ന് ഉണക്കി സൂക്ഷിക്കണം. അങ്ങനെ ആ ഒരു കാറ്റൊക്കെ വീശിയിട്ട് അതിൻ്റെ അരി പാകിയിട്ട് കിളിച്ചാണ് കേട്ടോ ഈ ഒരു കുഞ്ഞ് തൈ കണ്ടില്ലേ പച്ചച്ചീര. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഈ ഒരു ചുവന്ന ചീരയേക്കാളും തോരൻ വയ്ക്കാനായിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. ഇതിനകത്ത് കൂടുതലായിട്ട് കാൽസ്യവും അയണും ഒക്കെ ഒത്തിരി ഉണ്ട്. ഇത് നമ്മുടെ കോവലിൻ്റെ പൂവാണ്. നല്ല ഭംഗിയില്ലേ? ഇതിപ്പോൾ മഴയായപ്പം കോവൽ അത്യാവശ്യം ഒന്ന് സ്പ്രെഡായി ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. നേരത്തെ ഇവിടെ പയറും പടവലും എല്ലാം കൂടെ ആയതുകൊണ്ട് പുള്ളിക്ക് ഇങ്ങോട്ട് കയറാനായിട്ട് വലിയ പ്രയാസമായിരുന്നു. ഇപ്പോൾ ദേ ഇങ്ങോട്ട് കയറി തുടങ്ങിയിട്ടുണ്ട്. ഇത് മുന്നത്തെയൊക്കെ കുറേ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദേ കുഞ്ഞുണ്ട കോവയ്ക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് ശരിക്കും ഇപ്പോൾ നമ്മളങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ചിലതെല്ലാം പഴുത്തും പോകുന്നുണ്ട്. ഈ ഒരു ഗ്രോ ബാഗിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, സൈഡെല്ലാം തന്നെ പൊട്ടിയിട്ടുണ്ട്. നിലത്ത് നടന്നാണ് കൂടുതൽ നല്ലത്. നമുക്കിവിടെ സ്ഥലലഭ്യത കുറവുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഗ്രോ ബാഗിലോട്ട് വെച്ചത്. അത്യാവശ്യം നല്ല ഒരു വളമൊക്കെ കൊടുത്താൽ ഗ്രോ ബാഗിൽ നന്നായിട്ടുണ്ടാവും. പിന്നെ ഇത് കാട്ടുകോവലാണ്. ഇത് നമ്മുടെ ഈ ഒരു റോഡ് സൈഡിലുള്ളതാണ് കേട്ടോ. ഇതിവിടെ പണ്ടൊക്കെ കൊണ്ടോ ഉള്ള ഒരു സംഭവമാണിത്. അപ്പോൾ ഇത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. ഇത് നല്ല കയ്പുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇത് സാധാ കോവയ്ക്കേക്കാളും കുറച്ചും കൂടി ഒരു കടുത്ത കളർ കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് ഔഷധ ഗുണമൊക്കെ ഉള്ള ഒരു സാധനമാണ്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇതിൻ്റെ വേരൊക്കെ ആയുർവേദത്തിലൊക്കെ എന്തൊക്കെയോ മരുന്നൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുള്ളതാണ്. ഇത് കുറേയൊക്കെ ആയി കഴിയുമ്പോഴേ ഞാൻ ഇതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു കോവയ്ക്കൊക്കെ അത്യാവശ്യം നല്ലതാണ് കേട്ടോ. ഇത് നമ്മുടെ ഈ ഒരു അപ്പുറത്തെ സൈഡിലുണ്ടാവുന്നതാണ്. ഇത് ചെറിയൊരു കറയുണ്ട്, അത് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് നമ്മുടെ പച്ചമുളകൊക്കെ ദേ കുറേ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇത് ഞാൻ മാറ്റി നട്ടതാണ്, പക്ഷേ വലിയതായിട്ട് അങ്ങോട്ട് പച്ച പിടിക്കുന്നില്ല. കുറച്ചൊക്കെ പഴുത്ത് നിൽപ്പുണ്ട്. ഇതെല്ലാം വെറൈറ്റി മുളകളാണ് കേട്ടോ. അതുകൊണ്ട് ഒത്തിരി ഉണ്ടായി കിട്ടും. ഇതെല്ലാം സൈഡിൽ എല്ലാം അവിടെ ഇവിടെയായിട്ടെല്ലാം നമുക്ക് കുറേ പച്ചമുളക് നിൽപ്പുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് വളവും കൂടെ ഒക്കെ ഇട്ട് കൊടുത്താൽ നന്നായിട്ട് വരും. പിന്നെ ഇത് നമ്മുടെ ഉണ്ടമുളകാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മുന്നത്തെ കുറേ വീഡിയോയിൽ ഇതിനെ കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ദേ കണ്ടോ കുറേ കുഞ്ഞതായിട്ട് കണ്ടോ എല്ലാം ദേ ആയി വന്നിട്ടുണ്ട്. പണ്ട് നമുക്ക് വീട്ടിലിവിടെ ഒരു മുന്തിരിങ്ങയുടെ അതായത് ഒരു റൗണ്ട് ഷേപ്പിൽ ഞാൻ കുറേ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ആ ഒരു സംഭവം. പക്ഷേ നമുക്ക് ഇവിടെ ഒന്നും അങ്ങനെ അതിൻ്റെ ആ ഒരു തൈയൊന്നും അങ്ങനെ കിട്ടാനായിട്ടില്ല. ഇത് തന്നെ ഞാൻ കടയിൽ നമുക്ക് മീൻ കറിക്കകത്ത് ഇടാൻ വേണ്ടിയിട്ട് ഉണ്ടമുളക് മേടിച്ച സമയത്ത് പാകി കിളിപ്പിച്ചെടുത്താണ് കേട്ടോ. ഇതിൻ്റെ ഒരു കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഇലയുടെ കളറാണെങ്കിലും കണ്ടില്ലേ. നേരത്തെ നമുക്കിവിടെ ഒരു പച്ച കളർ ഉണ്ടമുളക് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ വേറൊരു കളറ് അതങ്ങ് പോയി. പിന്നെ ഇപ്പോൾ ഈ ഒരു മഴ സമയം ആയതുകൊണ്ട് തന്നെ ദേ ഉണ്ടോ ഇതിനകത്തെല്ലാം കുറേ മുളക് ഇങ്ങനെ പിടിച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം കളർ മാറി തുടങ്ങുമ്പോഴാണ് കണ്ടോ ആ ഒരു ടൈപ്പ്. പിന്നെ കുറച്ചും കൂടെ അത്യാവശ്യം നന്നായിട്ട് പഴുത്ത് കഴിയുമ്പം നല്ല ഒരു ഓറഞ്ചും ഒരു റെഡും കൂടെ ചേർന്നിട്ട് കണ്ടോ ആ ഒരു കളറിലോട്ട് വരും. അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ എടുക്കുന്നതാണ് നല്ല എരിവുള്ളത്. അല്ലാത്ത എല്ലാം ഒരുമാതിരി വലിയ എരിവ് കാണത്തില്ല. പിന്നെ നല്ലൊരു പാൽമുളകാണിത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു പാലിൻ്റെ മണവും രുചിയൊക്കെയാണ്. ഇത് വേറൊരു കുഞ്ഞതാണ് കേട്ടോ. പക്ഷേ എന്നാലും അതിനകത്ത് കായായി വന്നത് കണ്ടില്ലേ. ഇതൊരു പഴയ ഒരുമായിട്ടുള്ളൊരു ചട്ടിക്കകത്താണ് ഈ നട്ട് വെച്ചേക്കുന്നത്. പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് നമുക്ക് ഈ ഗാർഡനിൽ പൂക്കളുള്ള ചെടി ഇടയ്ക്ക് വെക്കാനായിട്ട് നല്ലതാണ്. പിന്നെ ഇത് വെള്ളക്കാന്താരി ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കുന്നതാണ്. ഇത് ഈ ഒരു മഴയായ സമയത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കെല്ലാം ഒന്ന് കുറഞ്ഞു വന്നത് മുരടിച്ച് പോയതായിരുന്നു. പക്ഷേ ഞാൻ ഈ സ്ലറികളൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല വളർച്ച ഇപ്പോൾ ഉണ്ട്. ഇത് നമുക്കറിയാമല്ലോ, ഇത് ശരിക്കും പറഞ്ഞാൽ പച്ചമുളകിൻ്റെ ഒന്നും ഒരു ആവശ്യമേ ഇല്ല. ഇതിപ്പം നമുക്ക് അത്യാവശ്യം കുറേ ഉണ്ട്. അപ്പോൾ ഇത് തന്നെ അത്യാവശ്യം നല്ല വിളഞ്ഞ് കഴിയുമ്പോൾ കറിക്കകത്തെടുത്താൽ നല്ലതായിരിക്കും.
പിന്നെ ഞാൻ പണ്ട് എപ്പോഴോ പാകി കിളിപ്പിച്ച് വെച്ചാണ്, കണ്ടില്ലേ കുറേ മുരടിച്ച് നിൽക്കുന്നത്. കണ്ടിട്ട് കഷ്ണം തോന്നുന്നുണ്ട്. അതിൽ ഒരെണ്ണമാണ് കേട്ടോ ഞാൻ ഈ ഒരു കുഞ്ഞ് ബക്കറ്റിനകത്ത് നട്ട് വെച്ചതേ. അതെന്തായാലും കിളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഇനി എപ്പോഴേലും നടണം. പിന്നെ നമുക്ക് ഈ ഒരു മഴയൊക്കെ അങ്ങോട്ട് ആയി കഴിഞ്ഞപ്പോഴേക്കുമാണ് കേട്ടോ ഞാൻ ഈ ഒരു ഭാഗത്തോട്ട് വലിയതായിട്ട് ശ്രദ്ധയൊന്നുമില്ല. പക്ഷേ ഇന്ന് വീഡിയോ എടുത്തപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഇവിടെ മൊത്തം നമ്മുടെ മഞ്ഞൾ കാടായി കയറിയിട്ടുണ്ട്. അപ്പുറത്ത് നമ്മുടെ വാട്ടർ കണക്ഷൻ്റെ സംഭവമൊക്കെ അപ്പുറത്താണ് ഇരിക്കുന്നത് കേട്ടോ. അതിൻ്റെ പുറകിൽ അതൊന്നും കാണാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട്. അതുപോലെ അങ്ങ് വളർന്ന് കയറിയിട്ടുണ്ട്. ഫുൾ അവിടെ ആ ഒരു സ്ഥലം എല്ലാം തന്നെ കാടായിട്ടുണ്ട്. അപ്പോൾ ഞാനവിടെ നിൽക്കുന്നെങ്കിലും ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ എല്ലാ ഇഴജന്തുക്കളും ശംഖുവരേനും എല്ലാം ഉണ്ട് അവിടെ ആ ഒരു ഭാഗത്തെല്ലാം തന്നെ. അപ്പോൾ ഇനി കുറേ പോച്ചയും പുല്ലും എല്ലാം തന്നെ ഇനി പറിച്ചൊക്കെ കളയണം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഒരു മഞ്ഞൾ പറിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇപ്രാവശ്യം കുറേ ഉണ്ട് കേട്ടോ. ഈ മഞ്ഞളും ഇഞ്ചിയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഒരു പ്രാവശ്യം നട്ടാൽ മതി, നമുക്ക് എല്ലാ പ്രാവശ്യവും അതിനകത്തുനിന്ന് മഞ്ഞളും ഇഞ്ചിയൊക്കെ കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം പറിച്ചു കഴിഞ്ഞാലും അതിൻ്റെ കുഞ്ഞു കുഞ്ഞു വിത്തുകളൊക്കെ അവിടെ കിടന്നിട്ട് വീണ്ടും അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. ഇതിനൊന്നും വലിയ വളമൊന്നും കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ശരിക്കും ഇതിന് നല്ല വെയിലുണ്ടെങ്കിൽ തന്നെ നന്നായിട്ടുണ്ടാവും. നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് മഞ്ഞൾ പറിക്കുമ്പോൾ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ കിട്ടാറുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ അത്യാവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഇടയിൽ നിൽക്കുന്ന ഇഞ്ചിയാണ്. ഇതും പണ്ടെപ്പോഴോ എനിക്ക് തോന്നുന്നു നേരത്തെയൊക്കെ എപ്പോഴോ കൊണ്ട് നട്ട് വെച്ചതാണ്. പക്ഷേ അത് പറിച്ച് കഴിഞ്ഞിട്ടും അതിങ്ങനെ ഉണ്ടോ പൊടിച്ച് വരുന്നത്. അപ്പോൾ എന്തായാലും ഇടയ്ക്കൊക്കെ നമുക്കിങ്ങനെ ഇഞ്ചി കിട്ടും. പിന്നെ ഇവിടെ ഈ ഒരു മഞ്ഞൾ കാടായി കഴിഞ്ഞപ്പോൾ ഉണ്ടോ നമ്മുടെ ഈ ഒരു ചാക്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു ഇഞ്ചി നട്ടേക്കുന്നതിൻ്റെ വീഡിയോ എൻ്റെ സെക്കൻഡ് ചാനൽ ടോക്ക് ആൻഡ് ഡു 8 എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട് കേട്ടോ. അതിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് ഇഞ്ചി മേടിച്ച സമയത്ത് കുറേ മുളച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഈ ഒരു ചാക്ക് ഫ്രീ ആയിട്ടിരിക്കുമായിരുന്നു, അതിനകത്തോട് കൊണ്ട് നട്ടു വെച്ചു. പക്ഷേ മഞ്ഞൾ അങ്ങോട്ട് കാട് കയറിപ്പോയി. ഇത് നമ്മുടെ പുറകിൽ കുറേ ഗ്രോ ബാഗ്, കുറേ പഴയ ഗ്രോ ബാഗൊക്കെ ആണ് കേട്ടോ. അപ്പോൾ അതിനകത്തും കൊണ്ട് മഞ്ഞൾ കുറച്ച് നട്ടിട്ടുണ്ട്. മഞ്ഞൾ എപ്പോഴായാലും നമുക്ക് ആവശ്യം വരും കേട്ടോ. കാലിലൊക്കെ എന്തെങ്കിലും കടിച്ചാലോ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ആണല്ലോ നമുക്ക് മഞ്ഞൾ ആവശ്യം വരും. അപ്പോൾ അങ്ങനെ കൊണ്ട് നട്ടിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ കുറ്റിക്കുരുമുളകാണ്. ഇത് നമ്മുടെ പഴയ കുറ്റിക്കുരുമുളക് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഞാനൊരു കുഞ്ഞ് കമ്പെടുത്തിട്ട് നമ്മൾ ഈ കറ്റാർവാഴയൊക്കെ തേച്ചിട്ട് അങ്ങനെ വേര് പിടിപ്പിച്ച് അങ്ങനെ ഈ ഒരു ഇതിനകത്തോട്ട് നട്ട് വെച്ചതാണ്. ഇത് അത്യാവശ്യം ഒരു വലുപ്പമുള്ള ഒരു ചട്ടിയാണ്, പ്ലാസ്റ്റിക്കാണ്. ഇത് പുറകിൽ കൊണ്ടുവച്ചിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് ഇവിടെ നല്ല വെയിലായിരുന്നു. പക്ഷേ ഇതിനകത്ത് കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നേ. അങ്ങനെ ഇവിടെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവച്ചപ്പോഴേക്കും കണ്ടോ കുറേ തിരികളായിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു വെറൈറ്റി കുറ്റിക്കുരുമുളകാണ്. ഇത് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ളതായിരുന്നേ, ആ ഒരു ഗ്രോ ബാഗ് സഹിതം. ഇതേ കണ്ടോ, ഇതാണ് നമ്മൾ ആദ്യം നമുക്കിവിടെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരു 2 മൂടേ ഉള്ളൂ, ബാക്കിയെല്ലാം ഉണങ്ങിയൊക്കെ പോയിട്ടുണ്ട്. ഈ ഗ്രോ ബാഗ് കണ്ടോ, അങ്ങനെ വലിയ കേടൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള, നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ നല്ല വില ഉണ്ടാകുന്ന ഒരു ഗ്രോ ബാഗാണിത്. അപ്പോൾ എന്തായാലും ഇതിനകത്ത് അത്യാവശ്യം കണ്ടോ എല്ലാം ഉണ്ടായും വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ വീടുകളിലുണ്ടല്ലോ ഇതിൻ്റെ ഒരു മൂടെങ്കിലും വേണം. അത്രയ്ക്ക് നമുക്ക് എന്താ പറയുക ഒരു ഗുണകരമായിട്ടുള്ള സംഭവമാണ് ഈ കുറ്റിക്കുരുമുളക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ മറ്റ് കൃഷിയുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.